നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വേദയും വിക്രം അനിയൻകുട്ടനും കൂടെ നേരെ ചെല്ലുന്ന ഗീവർഗീസിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവരൊക്കെ നല്ല ഉറക്കത്തിന്റെ സമയമായിരുന്നു. അങ്ങനെ കഥയെ പോയി മുട്ടുവാണ്. വിക്രം അച്ചായ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. പിന്നീട് വേദ മേരി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേങ്കിൽ അവർ നല്ല ഉറക്കം ആയതുകൊണ്ട് പെട്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് മേരി കണ്ണു തുറന്ന് ഗീവർഗീസിനോട് പറഞ്ഞു, അതെ വേദയുടെ ശബ്ദമല്ലേന്ന് ചോദിച്ചു. അതേലോ, ഇത് പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് വന്ന് കഥ തുറന്നു. കഥ തുറന്നു കഴിഞ്ഞപ്പം അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് വിക്രവും വേദയൊക്കെ നിൽക്കുന്ന കാഴ്ച കണ്ട്, എന്താണ് വിക്രം, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവരകത്തേക്ക് കയറി കഥ അടിക്കണം. അല്ല നീ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. അതച്ചായ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അതെ, ഞങ്ങളൊരു വലിയ പ്രശ്നത്തിന് നടുവിൽ കൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഞങ്ങൾ ആ പ്രശ്നത്തിന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുക. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനൊക്കെ തേയിലത്തോട്ടം മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ് വിക്രത്തിനെയും വേദയും. പക്ഷെ അവിടെയെങ്കിലും കണ്ടില്ല. ഗുണ്ടകളൊക്കെ നാലാ വഴി പാഞ്ഞു കിടക്കുകയാണ്. ഒടുവിൽ ജോബി പറഞ്ഞു, അവരിനി ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല, അവരിവിടുന്ന് പണ്ടേ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവരെ ഇപ്പം സംരക്ഷിക്കുന്ന ആള് ആ മൈക്കിളച്ചനല്ലേ, മിക്കവാറും പള്ളിമേടയിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കും, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. ചന്ദ്രശേഖരൻ പറഞ്ഞു, എടാ ശ്രീകാന്തെ, നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപകടമാണ്, അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ. തൽക്കാലത്തേക്ക് നമ്മുടെ ആൾക്കാരെ നമുക്ക് പറഞ്ഞുവിടാം, അവർ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ, അതില്ലേ നല്ല കാര്യം ചോദിച്ചു. അത് ശരിയാ, അതന്നെ മതി, അവരെവിടെ ഉണ്ടെങ്കിലും പൊക്കണം. ചന്ദ്രശേഖരൻ പറഞ്ഞ അനിയൻകുട്ടൻ അവന് സ്വബോധം വീണ്ടും കിട്ടിയിട്ടുണ്ട്. പുളിക്കൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം നമ്മളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അകത്ത അറിയാലോ, എനിക്കറിയാച്ചാ. അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ നാവ് അനക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് ഉറപ്പ് കൊടുക്കുകയാണ് ചന്ദ്രശേഖരന്. അതേസമയത്ത് വിക്രം ഗീവർഗീസിനോട് കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീവർഗീസ് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങളോടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്, പേടിക്കേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി മൈക്കിളച്ചനോട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അല്ല ഗീവർഗീസേട്ടാ, വല്ല ഒരപകടം ഉണ്ടാകത്തില്ല, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം, മേരി നീയും കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് അച്ഛന് സാധിക്കും, അച്ഛനെ കൂട്ടിക്കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ട് അവരിത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട് പൂട്ടുവാണ്. വീട് പൂട്ടി കീയുമായിട്ട് അവർ പോകുന്നത്, ആർക്ക് സംശയങ്ങളൊന്നും തോന്നലല്ലോ. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഈ സമയത്ത് എവിടെയൊക്കെ തേടിയിട്ടും ഒരിടത്തും അവരെക്കുറിച്ച് ഒരു വിവരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചന്ദ്രശേഖരനും അതുപോലെ ജോബിയൊക്കെ തളർന്നു. ഒടുവിൽ അവരൊരു ചായ കുടിക്കാണ്ട് അവിടെ ഒരു ചായക്കടയിലേക്ക് കയറണം. നേരം വെളുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായക്കടക്കാരൻ ചോദിച്ചു, അല്ല ഇവരൊരു പരിചയമില്ലെന്ന് ചോദിച്ചു ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ആരുടെ ജോബി ഇത്? അത് പിന്നെ എൻ്റെ കുറച്ച് പരിചയത്തിലുള്ളവരാ, വെറുതെ ഇവിടെ നിന്ന് കറങ്ങി കാണാനായിട്ട് വന്ന ഞാൻ അവരെ കൊണ്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞു. ഇപ്പം പഴയതുപോലെ ഒന്നും അല്ലോ, നിനക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ നിന്ന് കളിയാക്കുവാണ്. ജോബിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഗീവർഗീസിൻ്റെ ജീപ്പ് അല്ലോടെ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ചായക്കടക്കാരൻ പറഞ്ഞു, അല്ല അതാ ഗീവർഗീസിൻ്റെ ജീപ്പല്ലേ, സാധാരണഗതിയിൽ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കടയിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോകുന്ന പതിവുണ്ട്, പക്ഷെ ഇന്ന് അത് ഉണ്ടായില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബിക്കൊരു കാര്യം മനസ്സിലായി. ജോബി പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞു, സാറേ ചായ കുടിക്കുക, അവരെവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. എവിടെയുണ്ട്? നമ്മൾ ഒരു സ്ഥലം മാത്രം തപ്പിയില്ല, അവിടെ പോയി തപ്പുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് ഉറപ്പാണെന്ന് ചോദിച്ചു. ഉറപ്പാ സാറേ, ആ കാര്യത്തിൽ എനിക്കൊരു ഭയമില്ല എന്ന് പറഞ്ഞു. സാർവ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഗീവർഗീസിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഗുണ്ടകളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഥകളെല്ലാം പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുമല്ലേ, അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൂട്ടിയിട്ടിരിക്കുക. നമുക്കിവിടെ നോക്കിയിട്ട് പോയാൽ മതി എന്ന് ചന്ദ്രശേഖരൻ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ കഥ പൂട്ടിയിട്ടിരിക്കുന്നവർ കുറ്റിയെടുക്കാൻ പറ്റില്ല. ഒടുവിൽ അടിച്ചും കുത്തിമാന്തിയൊക്കെ ആയിട്ട് അങ്ങനെ ആ പൂട്ട് തറക്കുവാണ്. ഈ സമയത്ത് ഈ പുറത്ത് ഒച്ചപ്പാടും വേളം ഒക്കെ വേദയും വിക്രവും അനിയൻകുട്ടൻ കിട്ടും. പേടിയായിപ്പോയി. വിക്രം പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും വേദേ, ഞാൻ അല്ലേ കൂടെ, ഒരാപത്ത് നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് അനിയൻകുട്ടൻ പറഞ്ഞു, ഒച്ച ഉണ്ടാക്കലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അടുക്കളക്കഥ വരെ പുറത്തിറക്കാനായിട്ട് പതുക്കെ കഥ തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ഗുണ്ടകൾ ഒരുത്തൻ കണ്ടു. അവൻ പാഞ്ഞു വന്ന് വിക്രത്തെ പിടിച്ചു. പിന്നെ അവിടെ ഭയങ്കര അടിയാ നടന്നേ. ഉടനെ വിക്രത്തിനെ വേദയെ അനിയൻകുട്ടനെ കൊണ്ട് അവരവിടെ നിന്ന് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടേക്ക് അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഗീവർഗീസും ഭാര്യ മേരിയും കൂടെ വരുന്നത്. അങ്ങനെ അവർ മുറ്റത്ത് വന്ന് നിന്ന് ഇപ്പത്തിന് കഥകളെല്ലാം തുറന്നു കൊടുക്കുന്നു. ഇതാരാ ഇങ്ങനെ? പെട്ടെന്ന് മേരി ഗീവർഗീസിനോട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി.
വിക്രം വേദ അവിടെ ഇല്ല, ആരും ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛ അവരിവിടെ ഇല്ല, അവരെവിടേക്ക് പോയെന്ന് പറഞ്ഞു. എവിടേക്ക് പോകാനായിട്ട്? മേരി പറഞ്ഞു, അച്ഛ എവിടേക്കാണെന്നറിയില്ല, പക്ഷെ ഇവിടെ ആരോ വന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ചതിച്ചല്ലോ എൻ്റെ കർത്താവേ, ദൈവമേ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ. അവർക്ക് ആകെപ്പാടെ ഒരു ഭയം തോന്നി. ഇനിയിപ്പോൾ വിക്രത്തിനും വേദയ്ക്ക് എന്തുകൊണ്ടും സംഭവിക്കുമെന്നൊരു പേടിയായിരുന്നു. ഇതേ സമയം വിക്രത്തിനും വേദയും കൂടി ഒരു മലയുടെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ശ്രീകാന്ത് ചന്ദ്രശേഖരനൊക്കെ അവിടെ ചെന്ന് അവർ 3 പേരെ അവിടെ ഒരു മരത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവളെ പിടിച്ചോണ്ട് മാളത്തിൽ കയറി ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ? വെറുതെയാടാ, ഞാൻ കണ്ടുപിടിച്ചില്ലെന്നൊക്കെ ചോദിച്ചു. വിക്രം പറഞ്ഞു, ചോണയുടെ നീ എന്നെ അഴിച്ചുവിടാന്ന് പറഞ്ഞു. അഴിച്ചുവിടാനോ? നിന്നെയോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തി എന്ന വിക്രത്തിനെ കർണത്തിലൂടെ ഒറ്റ അടി അടിക്കണം. അത് കേട്ടപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. വേദ പറഞ്ഞു, ശ്രീയേട്ടാ വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു. ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യൂടി? നീ ആരാന്ന് നിന്റെ ഭാവം? അങ്ങനെ കണ്ടവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് അതിന് വേണ്ടിയിട്ട് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടി. ഇത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അതേടെ മോനെ, ആ സ്വത്തുവകളൊക്കെ നമ്മുടെ കുടുംബത്തിന് കിട്ടാണ്ടല്ലേ, പല്ലുമീൻ കൂടെ തിന്നാൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രീകാന്ത് ഒന്ന് വേദയുടെ അടുത്തേക്ക് ഒന്ന് വേദയുടെ കവളത്ത് പിടിച്ച് ഞെക്കുവാണ്. നീ എന്താണെന്നാടി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അധികം വൈകാൻ നീ മരിക്കും, അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും, നിനക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദയ്ക്ക് മനസ്സിലായി, ഇയാൾ ദുഷ്ടനാണ്, മിക്കവാറും തന്നെ എല്ലാവരെയും കൊല്ലുമെന്നുള്ള കാര്യങ്ങൾ. പക്ഷെ വിട്ടുകൊടുക്കാനായിട്ട് വേദ ഒരുക്കുമായിരുന്നില്ല. ഈ സമയത്ത് ശ്രീകാന്ത് എന്ന് വിക്രത്തോട് പറഞ്ഞു, എന്താടാ നിന്റെ ശൗര്യമൊക്കെ പോയെന്ന് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, വേദയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യില്ലടാ, ചെയ്യാൻ നിന്നെയാ പോകുന്നതെന്ന് പറഞ്ഞ് വീണ്ടും വിക്രത്തിൻ്റെ കർണത്തടിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, മര്യാദ ഉണ്ടെങ്കിൽ നീ കെട്ടഴിച്ച് വിടാന്ന് പറഞ്ഞു. കെട്ടഴിച്ച് വിട്ടിട്ട് വേണം നിനക്ക് രക്ഷപ്പെടാനല്ലേ? അതിന് ശ്രീകാന്ത് എന്തെങ്കിലും സമ്മതിക്കില്ലടാ. ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്കിട്ടൊക്കെയുള്ള പണി ഞാൻ തരാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ദേ ശ്രീയേട്ടാ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്നുകൂടെ ഹരവായി. ശ്രീകാന്ത് വിക്രത്തിന് കവിളത്ത് തല്ലുവാണ്. വേദ അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, ശരി, അവനെ അടിക്കുമ്പോൾ നിനക്ക് നോവുന്നുണ്ടല്ലേ? അടിക്കുന്നില്ല, പക്ഷെ പകരം വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന പേപ്പറിലൊക്കെ നീ സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. വേദയ്ക്ക് മനസ്സിലായി എന്താന്ന്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാണ് ഞങ്ങൾക്കറിയാം, നിന്നെ കൊന്നിട്ട് ഞങ്ങൾ ആ തമ്പൂരിൽ അങ്ങോട്ട് എടുക്കും, അങ്ങനെ ഞങ്ങൾ അടയാളം പതിപ്പിക്കും നിന്റെ സൈൻ്റെ പകരം. അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഓക്കെ അല്ലേന്ന് ചോദിച്ചു. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വേദയ്ക്ക് വല്ലാത്തൊരവസ്ഥയെ പോയി. കാരണം ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാലേ മതിയാവുള്ളൂ. ആരറിയാനാ തങ്ങൾ ഇവിടെയാന്നുള്ള കാര്യം. ഈ സമയം ചന്ദ്രശേഖരൻ പറഞ്ഞു, നീയൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? എന്നെ ശ്രീകാന്തിനെ ഒറ്റ കൊടുക്കാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് തെളിവുകൾ സഹിതം കൂടെ ഹാജരാക്കാന്നോ? ഇടി, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിൽ അങ്ങോട്ട് കളഞ്ഞാൽ മതി. നീ ആരാന്ന് നിന്റെ ഭാവം? ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ലടി. നിന്റെ പിന്നാലെ കൂടി ഇതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചെയ്ത ഡയലോഗൊക്കെ പറയണം ചന്ദ്രശേഖരൻ വേദയോട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.